മലബാർ സമരം വിജയമോ പരാജയമോ എന്ന ചോദ്യത്തെ ചുറ്റിപ്പറ്റി പല ധാരകളായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആത്യന്തികമായ ലക്ഷ്യം ഭൗതികമല്ലാത്തതിനാൽ അത് വിജയമാണ് എന്ന് മനസ്സിലാക്കിയ ഒരു വിഭാഗവും, അല്ല സമുദായത്തിൻ്റെ പുരോഗമനം എന്നത് വലിയ നേട്ടമാണ് എന്ന് മനസ്സിലാക്കി അത് പരാജയമാണ് എന്ന് ധരിച്ചു വെച്ച മറ്റൊരു വിഭാഗവും. ഈ രണ്ട് തിരിച്ചറിവുകളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ചരിത്രപരവും സാമൂഹികപരവുമായ ഒരു പൊതു തിരിച്ചറിവിൽ തന്നെ മലബാർ സമരം ഒരു സമ്പൂർണ്ണ വിജയമായിരുന്നു എന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കാനാവും. യുദ്ധം, വിപ്ലവം, സമരം എന്നിവയ്ക്ക് ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. വിജയിച്ച യുദ്ധം അല്ലെങ്കിൽ വിജയിച്ച വിപ്ലവം എന്നത് ഏത് വീക്ഷണകോണിലൂടെ ഒക്കെയാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി വിലയിരുത്താതെ അതിനെ വിജയിച്ചു എന്നോ പരാജയപ്പെട്ടു എന്നോ നിർണ്ണയിക്കാനാവില്ല. ചില യുദ്ധങ്ങൾ സൈനികമായി പരാജയപ്പെടുമ്പോഴും രാഷ്ട്രീയമായി വിജയിക്കാറുണ്ട്. ഉദാഹരണത്തിന് രണ്ടാം അറബ്-ഇസ്രായേൽ യുദ്ധം ഇസ്രായേലിന് സൈനിക വിജയം നൽകിയെങ്കിലും ഫൈസൽ രാജാവിൻ്റെ ഇടപെടലുകളിൽ അത് രാഷ്ട്രീയമായി ഇസ്രായേലിന് വൻ പരാജയമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സിനായ് താഴ്വരയിലെ ഇസ്രായേലിൻ്റെ പ്രദേശങ്ങൾ എന്ന് അവർ അവകാശപ്പെട്ടിരുന്നവ ഈജിപ്തിന് തിരിച്ചു നൽകേണ്ടി വന്നു. മറ്റൊന്ന്, യുദ്ധക്കളത്തിൽ സൈന്യം വിജയിച്ചെങ്കിലും രാഷ്ട്രം സാമ്പത്തികമായി തകർന്നടിയുക എന്നതാണ്. അയ്യൂബി സാമ്രാജ്യം സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിക്ക് ശേഷം ആ ഒരു പ്രതിസന്ധിയിലായിരുന്നു. ഇന്ത്യയിൽ സുൽത്താൻ ഔറംഗസേബ് നേടിയ പല വിജയങ്ങളും പിന്നീട് മുഗളരുടെ തകർച്ചയ്ക്ക് കാരണമായി ചരിത്രകാരന്മാർ വായിക്കാറുമുണ്ട്. ചില വിപ്ലവങ്ങൾ ചിലയിടങ്ങളിൽ വ്യത്യസ്തമാണ്. കണ്ടംപററിയായും രാഷ്ട്രീയമായും പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന പല വിപ്ലവങ്ങളും പിന്നീട് ചരിത്രത്തിൻ്റെ ദിശ നിർണയിച്ചതായി കാണാൻ കഴിയും. ലോകതത്വങ്ങളെ വരെ സ്വാധീനിച്ച ഫ്രഞ്ച് വിപ്ലവം അന്നത്തെ ഫ്രഞ്ച് ജനതയ്ക്ക് എന്താണ് നൽകിയത് എന്ന് പരിശോധിച്ചാൽ മതി. ഏറ്റവും വലിയ ജനാധിപത്യ വിപ്ലവത്തിലെ വിജയികളെ പിന്നീട് ഭരിച്ചത് ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതികളിൽ ഒരാളായ നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. പക്ഷേ വിപ്ലവം ആധുനിക മനുഷ്യന്റെ ദേശരാഷ്ട്ര ഭൂപടരേഖയിൽ വലിയ അളവിൽ സ്വാധീനം ചെലുത്തിയതാണോ? ഇങ്ങനെ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുമ്പോൾ മലബാർ വിപ്ലവം അല്ലെങ്കിൽ ആംഗ്ലോ മാപ്പിള യുദ്ധം നമ്മുടെ സമൂഹത്തിന്റെ ഇന്നത്തെ വിജയമെന്ന് അവകാശപ്പെടുന്ന പലയിടങ്ങളിലും നല്ല സ്വാധീനം ചെലുത്തിയതായി കാണാം. മലബാർ വിപ്ലവത്തെ പൂർണ്ണാർത്ഥത്തിൽ വിമർശിക്കുന്നവർ പറയുന്നത് അന്നത്തെ പണ്ഡിത സമൂഹം അതിന്റെ പരാജയം ഉൾക്കൊണ്ട് സമസ്ത രൂപീകരിക്കുകയും അതിലൂടെ സാമുദായ ഉന്നമനം സാധ്യമായി എന്നതുമാണ്. അങ്ങനെ സംഘടനയുടെ ഉത്തരവാദിത്തത്തിലാണ് പുരോഗമനം സാധ്യമായി എന്ന് അവകാശപ്പെടുന്നതെങ്കിൽ ആ സംഘടന ഒരു സ്വയം ഭരണാവകാശമുള്ള സംഘടന ആവണം. അല്ലെങ്കിൽ സംഘടനയുടെ ആത്യന്തിക ലക്ഷ്യമായ പുരോഗമനം സ്റ്റേറ്റിൻ്റെ താല്പര്യവുമാവണം. എന്നാൽ അങ്ങനെയാണോ അന്നത്തെ മലബാറിലെ കാര്യങ്ങൾ? വസ്തുതകൾ പരിശോധിക്കുമ്പോൾ അങ്ങനെയല്ല എന്നാണ് മനസ്സിലാവുക. ഒരിക്കലും മാപ്പിളമാരുടെ പുരോഗമനം എന്നത് ബ്രിട്ടീഷ് താല്പര്യമേ ആയിരുന്നില്ല, പ്രാദേശിക അടിസ്ഥാനത്തിലും ലോകാടിസ്ഥാനത്തിലും. പിന്നെ എന്തുകൊണ്ടാണ് സമസ്തയുടെ നിലപാടുകൾ ബ്രിട്ടൻ അംഗീകരിച്ചത്? ഉത്തരം വളരെ നിസ്സാരമാണ്. ഇനി ഒരു ആലി മുസ്ലിയാരോ വാര്യംകുന്നത്ത് കുഞ്ഞാമദാജിയോ വരാതിരിക്കാൻ, അതുമാതിരി ഒരു പോരാട്ടത്തെ അഭിമുഖീകരിക്കാനുള്ള ഭയം കൊണ്ട് ബ്രിട്ടൻ സമസ്തയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും സമസ്തയും അന്നത്തെ മുസ്ലിം നേതൃത്വവും ബ്രിട്ടീഷ് താല്പര്യമായ മാപ്പിള നിരായുധീകരണ പദ്ധതി നടപ്പിൽ വരുത്തുകയുമായിരുന്നു. അതിനു മുമ്പ് 100 വർഷമായി തുടർന്നിരുന്ന ബ്രിട്ടീഷ് വിരുദ്ധ യുദ്ധവും ആ യുദ്ധ സാഹചര്യത്തിൽ സമസ്ത പോലൊരു സംഘടന സ്ഥാപിക്കാതിരുന്നത് മുൻകഴിഞ്ഞ നേതാക്കന്മാരുടെ തീരുമാനവും എങ്ങനെ ഉണ്ടായി എന്നത് ചരിത്രപരമായി സമീപിച്ചാൽ അതിനുത്തരം ലഭിക്കും. അതിനു മുമ്പ് 100 വർഷമായി തുടർന്നിരുന്ന ബ്രിട്ടീഷ് വിരുദ്ധ യുദ്ധവും ആ യുദ്ധ സാഹചര്യത്തിൽ സമസ്ത പോലൊരു സംഘടന സ്ഥാപിക്കാതിരുന്ന മുൻകഴിഞ്ഞ നേതാക്കന്മാരുടെ തീരുമാനവും എങ്ങനെ ഉണ്ടായി എന്നതിനെ ചരിത്രപരമായി സമീപിച്ചാൽ ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കും. ആലി മുസ്ലിയാർ എന്നതും വാര്യംകുന്നത്ത് ഹാജി എന്നതും അവർക്കൊപ്പമുണ്ടായിരുന്ന മാപ്പിളമാർ എന്നതും ബ്രിട്ടൻ എന്നും ഭയപ്പാടോടെ മാത്രമായിരുന്നു കണ്ടത്. അതിനാൽ തന്നെയാണ് അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയ് മലബാർ കളക്ടറോട് മലബാറിൽ നിന്ന് പിന്മാറുന്നതിനെ പറ്റി പോലും ചർച്ച ചെയ്തത്. അത്രയും അവരെ ഭയപ്പെടുത്തിയ ഒന്ന് ഇനി വരാതിരിക്കാൻ ബ്രിട്ടൻ നടത്തിയ വിട്ടുവീഴ്ചകളായിരുന്നു ഐക്യസംഘം, സമസ്ത തുടങ്ങിയ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഉപ്പാപ്പമാരായിരുന്ന ആലി മുസ്ലിയാരുടെയും വാര്യംകുന്നത്ത് ഹാജിയുടെയും മഹാന്മാരായ മാപ്പിള പോരാളികളുടെയും രക്തത്തിൽ നിന്ന് ഉയർക്കൊണ്ടതാണ് പുരോഗതി പ്രാപിച്ച മലബാരി മാപ്പിള.